ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ ദർശനം പലതവണ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച മിഷണറിയായിരുന്നു സിസ്റ്റർ ലൂസിയ. തനിക്ക് ലഭിച്ച ദർശനങ്ങളിലെല്ലാം മാതാവ് പറഞ്ഞത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിരുന്നുവെന്ന് സിസ്റ്റർ ലൂസിയ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ളതോ താൽക്കാലികമായിട്ടുള്ളതോ ഏതുതരം പ്രശ്നവുമായിരുന്നു കൊള്ളട്ടെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലോ വ്യക്തിപരമായോ പലവിധ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം ജപമാലയ്ക്ക് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവുമില്ല. ഏതു ബുദ്ധിമുട്ടായ കാര്യവുമായിരുന്നു കൊള്ളട്ടെ, ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ പ്രശ്നങ്ങളും ജപമാല പ്രാർത്ഥനയിലൂടെ പരിഹരിക്കപ്പെടും. മാതാവ് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സിസ്റ്റർ ലൂസിയ പറഞ്ഞ വാക്കുകളാണിത്. നമുക്ക് ഈ വാക്കുകളെ വിശ്വസിക്കാം. നമ്മുടെ ജീവിതവും എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയൂ. കുടുംബപരമായും ദാമ്പത്യപരമായുമുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, മറ്റു പലവിധ തകർച്ചകൾ, നിരാശകൾ, പ്രശ്നമേതുമായിക്കൊള്ളട്ടെ, നമുക്ക് ആ പ്രശ്നങ്ങളെ ജപമാലയിലൂടെ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. മാതാവിൻ്റെ വാക്കുകൾ ഒരിക്കലും വൃഥാവിലാവുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നോക്കി ഭയപ്പെടാതെ നിരാശരാകാതെ അമ്മയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, ഈശോയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനേകം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.